ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഷഹബാസിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് ആ കുട്ടി ഇന്ന് പരീക്ഷ എഴുതേണ്ട ദിവസമായിരുന്നു. അപ്പൊ അവരെ കൊന്നു തള്ളിയ ആ കുട്ടികൾ അവർക്ക് ഇന്ന് അതിനുള്ള എല്ലാ അവസരങ്ങളും നൽകപ്പെടുകയും ചെയ്തു. അപ്പം നമുക്ക് അറിയപ്പെടേണ്ട കാര്യം, ഇപ്പൊ എന്ത് തെറ്റ് ആരെ കൊന്നിരുന്നാലും ഇവിടെയൊന്നും യാതൊരു രീതിയിലുള്ള ശിക്ഷകളോ അല്ലെങ്കിൽ അതിനുള്ള യാതൊരു നടപടികളും നമ്മളെ നാട്ടിലില്ല. നമ്മളെ സർക്കാരും എടുക്കില്ല, നമ്മളെ പോലീസും എടുക്കില്ല. ഇതെല്ലാം ഒരു നാടകം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം അതൊരു കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് വെറും കുട്ടികളല്ല, അവന്മാർ കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ്. അവരെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, അതുപോലെ ഞങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ കേസുണ്ടാകില്ല. ഇതെല്ലാം അവന്മാർ നേരത്തെ പഠിച്ചിരുന്നു. എല്ലാം നേരത്തെ അവന്മാർ പഠിച്ച് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു 10, 14, 15 വയസ്സ് ഉള്ള കുട്ടികൾ ചെയ്ത കാര്യങ്ങളല്ല ഇത് നടന്നിരിക്കുന്നത്. യുവമാർക്കൊരു 10-40 വയസ്സെങ്കിലും പ്രായം വരുന്ന പക്വത എത്തിയ ആൾക്കാർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച അതേ ഐഡിയ പ്രകാരം തന്നെ ചെയ്തിരിക്കുന്നത്. അവന്മാർ അത് പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ മരണപ്പെട്ട ഷഹബാസിന്റെ പിതാവ് പറയുന്നതും അത് തന്നെയാണ്. കാരണം എൻ്റെ മകൻ ഇന്ന് പരീക്ഷ എഴുതേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് ആ കൊന്ന കുറ്റവാളികൾക്ക്, ആ നരാധിപന്മാർക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്, ആ നരാധിപന്മാർക്ക് ഇന്ന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് താമസിക്കുവാനും ഭക്ഷണത്തിനും അവർക്കൊരു കുറവുകളുമില്ല, അവർ കൂടുന്നതല്ലാതെ. അപ്പോൾ ഈ സർക്കാരും അതിനൊത്താശയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ സർക്കാരിന് തന്നെ വേണ്ടപ്പെട്ട, അതുപോലെ കോടതികൾക്ക്, നിയമപാലകർക്ക്, അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്ക് 1-2 വർഷം ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാതിരുത്തായിരുന്നു, ഒരു പാഠം അവന്മാർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, അവർക്ക് യാതൊരു കുറവുകളും അവിടെ വരുന്നില്ല. അപ്പോൾ ഈ കേസും അതുപോലെ തന്നെ. അപ്പോൾ എന്താണ് നമുക്ക് ഈ ലോകം, ഇല്ലെങ്കിൽ നമ്മളെ നാട്, നമ്മളെ സമൂഹം നമുക്ക് ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശം? ആരെ കൊന്നിരുന്നാലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് തന്നെ. അപ്പോൾ ഒരു കുട്ടികളെ കൊണ്ട് വലിയൊരു അന്നത്തിനെ കൊന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ കേസും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം അങ്ങനെയൊക്കെയുള്ള ഐഡിയകളൊക്കെ ഇനിയിപ്പം അങ്ങോട്ട് നടക്കും. എന്തായിരുന്നാലും ശരി തന്നെ, ഈ മയക്കുമരുന്ന് ഇപ്പം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്നിന് നിർത്തലാക്കാൻ വേണ്ടി, മദ്യവും മയക്കുമരുന്നും ഇങ്ങനെയൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി ഈ പോലീസ് അൻവർ പറഞ്ഞ കണക്ക് പോലീസുകാർക്ക് സ്വർണം വെട്ടുപ്പിൽ മാത്രമല്ല, ഇതുപോലെ മയക്കുമരുന്നുകൾ പിടിച്ചിട്ട് അവർക്കും വിൽപ്പനയുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ പല കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഈ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. കൂടുതൽ ഇപ്പോൾ സ്കൂളുകളിലും അതുപോലെ മദ്രസ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടുതലും ഈ മയക്കുമരുന്ന് വിൽപ്പനയൊക്കെ ഇപ്പോഴും സുലഭമായി അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസോ സർക്കാരോ ഒന്നും വിചാരിച്ചാലൊന്നും, അവരൊക്കെ വിചാരിച്ചിരുന്നാൽ ഒരുപാടൊന്നും നിയന്ത്രിക്കാൻ ഇതിന് കഴിയില്ല. അതുകൊണ്ട് നാട്ടുകാരും സംഘടനകളും അതിന് വേണ്ടപ്പെട്ടവരെല്ലാം, മാതാപിതാക്കൾ, കുട്ടികൾക്ക് ഇനിയും കുട്ടികളെ അടിയേറ്റ് മാതാപിതാക്കൾ മരിക്കേണ്ട, നമുക്ക് മരിക്കേണ്ട എന്നൊക്കെ ഉള്ള ഒരു വേണം എന്നുണ്ടെങ്കിൽ, ഈ മയക്കുമരുന്നിനെ തുടച്ചു നീക്കണം എന്ന് ഉണ്ടെങ്കിൽ സ്വയമായി നമ്മളെല്ലാം അതിനു വേണ്ടി ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഇറങ്ങി കിട്ടുന്നവനെ അവിടെ വെച്ച് തന്നെ അടിച്ച് കൊല്ലുക, നിയമത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക. നിയമത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം നല്ലതുപോലെ ആഹാരവും കൊടുത്ത് യവനെ വീണ്ടും നേരെ വെളിയിലോട്ട് വിടും. ഇത് കണ്ട് ബാക്കിയുള്ളവർ വീണ്ടും ഇത് തന്നെ ചെയ്യും. ഇപ്പോഴും നടത്തിരിക്കുന്ന ഈ ഇതും അത് തന്നെയാണ്. ഈ കുട്ടികൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. അവരെ എല്ലാ വിജയത്തിലുള്ള അതേ നഗരം 1-2 വർഷം വരെ പരീക്ഷ എഴുതിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവർ പഠിച്ചേനായിരുന്നു. അതിനുള്ള ചെറിയൊരു ശിക്ഷയെ കൊടുത്തു കഴിഞ്ഞിരുന്നാൽ ആ മറ്റുള്ള കുട്ടികൾക്ക് അതൊരു പാഠമായിരുന്നു. അപ്പോൾ ഈ മറ്റുള്ള കുട്ടികൾക്ക് പാഠമായി. ഇപ്പം എന്ത് ചെയ്ത് കഴിഞ്ഞിരുന്നാലും ഒരു കുഴപ്പമില്ല. അവന്മാരിട്ടിരിക്കുന്ന വോയിസ് തന്നെ കേട്ടില്ലേ, എല്ലാം കരുതി കൂട്ടി ചെയ്ത കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ശരിയല്ല, നമ്മളെ രാജ്യം എങ്ങോട്ടാണ്, അല്ലെങ്കിൽ നാടെങ്ങോട്ടാണ് പോകുന്നത്, ഈ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ എന്താണ്, എല്ലാം ഒന്നും അറിയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഈ മൊബൈൽ,
മൊബൈലെല്ലാം ദോഷം തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കുക. രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ അവസാനം നമ്മളെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൻ്റെ അവസാനം രണ്ട് പിത്തുനയെത്താതെ ഈ ലോകം അവസാനിക്കപ്പെടുകയില്ല. അതായത്, ഒന്ന്, കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നതെന്ന്, മരിക്കുന്നവൻ അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് മരണപ്പെട്ടതെന്ന് അറിയില്ല. അതുപോലെ എത്ര ഇരുട്ടറയ്ക്കുള്ളിലിരുന്നാലും ശരി തന്നെ, ആ പിത്തുന ഒരു സാധനം അവിടെ കടന്നു വരും, അതാണ് മൊബൈൽ. അവിടെ പിത്തുന അവിടെ വന്നിരിക്കും. കാരണം ഇന്നത്തെ മൊബൈലിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല, പിത്തുന അവിടെ എത്താം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വരാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം ദോഷകരമാണ്. എന്തായിരുന്നാലും നല്ല നിലയിൽ പോകട്ടെ എന്നും നല്ല നിലയിലാകട്ടെ എന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.